ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതുപോലെ കട്ട് പീസ് വെച്ച് തയ്ക്കുന്നത് നല്ല ഒരു ഡിസൈനിൽ തയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതുപോലത്തെ ഈ കട്ട് പീസൊക്കെ ഞാൻ ഈ നൈറ്റി നമ്മൾ ഹൈറ്റ് കൂടിയത് നമ്മൾ കുറയ്ക്കുന്നതും പിന്നെ ചുടിദാറിൻ്റെ കട്ട് പീസസൊക്കെയാണ്. ഇപ്പോൾ പുതിയ തുണി ഇല്ലെങ്കിലും പഴയ നമ്മൾ കീറിയ നൈറ്റി ആണെങ്കിലും നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗമൊക്കെ കീറത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പീസ് വെച്ചാണെങ്കിലും ഇതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാവുന്നേ ഉള്ളൂ. നല്ല ഒരു കളർഫുള്ളായിട്ട് കാണാൻ നല്ല ഒരു ലുക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ 1 മീറ്റർ വീതിക്ക് ഇങ്ങനെ കുറേ തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്ക്വയറിലും ഒരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലിൽ ഈ ഓരോരോ പീസും ഓരോ ലെയറായിട്ട് തയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ സ്ക്വയർ ഷേപ്പ് എടുത്തതിന് പകരം നമ്മൾ വേറെ എന്തോ ഡിസൈൻ നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നോ അങ്ങനെ വേണമെങ്കിലും തയ്ക്കാം. ഇപ്പോൾ ആദ്യം ഈ സ്ക്വയർ ഷേപ്പിൻ്റെ മേലിൽ ഈ ഒരറ്റത്ത് നിന്ന് നമ്മൾ ഓരോരോ ലെയറായിട്ടിത് തയ്ച്ചെടുക്കണം. ആദ്യത്തെ എൻഡ് തയ്ക്കുമ്പം ഒരു ത്രികോണം ഷേപ്പിൽ നമ്മൾ തയ്ച്ചെടുക്കണം. എന്ന് വെച്ചാൽ സൈഡ് അത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി 3 സൈഡ് നമ്മൾ കവർ ചെയ്ത് തയ്ച്ച് വെച്ചിട്ട് അതിൻ്റെ അടുത്ത ലെയർ തയ്ക്കണം. അപ്പോൾ അത് ക്ലിയറായിട്ട് കാണാൻ വേണ്ടി ഞാൻ ചെറുതായിട്ട് ഒരു ഫോട്ടോ സൈഡിൽ ഇട്ടിട്ടുണ്ട്, അതെങ്ങനെയാണ് തയ്ച്ചിരിക്കുന്നതെന്നുള്ളത്. ഒറ്റ ഒരു ലൈനായിട്ട് നടുക്ക് തയ്ച്ചാലും മതിയായിരിക്കും. അപ്പം നീറ്റായിട്ട് ഇരിക്കണമെങ്കിൽ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ തയ്ച്ചാലേ വൃത്തിയായിട്ട് ഇരിക്കത്തുള്ളൂ. 3 സൈഡും തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത ലെയർ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനിയിപ്പോൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇതുപോലെ ഒരു കട്ട് പീസ് നമുക്കിതിൻ്റെ മാച്ചിങ് കളർ ഏതാണെങ്കിലും ഡാർക്ക് കളറോ ലൈറ്റ് കളറോ എങ്ങനെയാണെങ്കിലും വയ്ക്കാവുന്നതാണ്. അപ്പം ഞാൻ അടുത്ത കളർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ സ്ക്വയർ ക്ലോത്തിൻ്റെ ഇച്ചിരി കൂടെ നീളത്തിൽ നമ്മൾ എടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ തയ്ച്ചിട്ട് അത് തിരിച്ച് വരുമ്പം ലെവൽ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാദ്യം ഇതിൻ്റെ മേലിൽ വെച്ച് നമ്മളങ്ങ് തയ്ക്കണം. ആദ്യം തയ്ച്ചതിൻ്റെ എൻഡ് ഭാഗം വെച്ച് നമ്മൾ തയ്ക്കണം. അപ്പോൾ ഇത് വീഡിയോയിൽ ക്ലിയറായിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഒറ്റ ലെയർ തയ്ച്ചാൽ മതി. നമുക്ക് നേരെ ഒരു ലൈൻ തയ്ച്ച് കഴിഞ്ഞിട്ട് അത് നമുക്ക് അടുത്ത ലെയർ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് വേണ്ടത് നേരെ നോക്കാം. ഇത് കണ്ടോ, ഇപ്പം ഈ ഒരു ലെയർ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ 3ാമത്തെ ലെയർ. ഇത് നമ്മൾ 1 ഇഞ്ച് വീതി അല്ലെങ്കിൽ 1/2 ഇഞ്ച് വീതി വെച്ചാൽ നല്ലതാണ്. ഒത്തിരി കളർ ഡിസൈൻ ഉണ്ടെങ്കിൽ തുണി ഉണ്ടെങ്കിൽ അപ്പോൾ 1/2 ഇഞ്ച് വീതിയിൽ തയ്ക്കാവുന്നതാണ്. ഇതുപോലെ ഓരോരോ കളറും നമ്മൾ അടുത്തടുത്ത ലെയറായിട്ട് നമ്മൾ എടുക്കുന്ന എത്രയും വീതിയുള്ള തുണിയാണോ അത്രയും വീതിക്ക് തയ്ച്ച് വരിക എന്നേ ഉള്ളൂ. ഇത് ഞാനിപ്പോൾ ക്രോസിലാണ് തയ്ക്കുന്നത്. നേരെ ആണേലും ഇതുപോലെ തയ്ക്കാം, അത് വേറെ ഡിസൈനായിരിക്കും. അല്ലാതെ വേറെ രീതികളിലും തയ്ക്കാവുന്നതാണ്. ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ചെയ്യുന്നു അതാണ് ഡിസൈൻ. നമ്മൾ വേറെ ഒരാളെ കണ്ടല്ല, നമുക്ക് ചെയ്യാൻ തോന്നുന്ന രീതിയിൽ ചെയ്യുന്നതാണ് ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പം മാക്സിമം എൻ്റെ വീഡിയോ എല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങൾ കൊണ്ട് അതിനകത്ത് എന്തുമാത്രം നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. വേസ്റ്റ് സാധനങ്ങളാണേലും തിരിച്ചും അതെങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മാക്സിമം എൻ്റെ വീഡിയോസ് എല്ലാമേ. നമുക്ക് ഇന്ന സാധനം ഉണ്ടെങ്കിൽ ഇന്നത് ചെയ്യത്തുള്ളൂ എന്നുള്ള ആറ്റിറ്റ്യൂഡ് മതി. നമ്മുടെ കയ്യിലുള്ളതിൽ നമ്മൾ എന്തോ മാത്രം യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ശ്രമിക്കണം. കൂടുതൽ ആൾക്കാരും കൊറോണ വന്നപ്പോൾ ഈ ഒരു കാര്യം പഠിച്ചു. പക്ഷേ എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള ഒരു രീതിയാണ്, എൻ്റെ വീട്ടിൽ എന്തൊക്കെ സാധനമുണ്ടോ അതിനകത്ത് എത്രയും യൂസ് ചെയ്യാൻ പറ്റും, ക്രിയേറ്റീവ് ആക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനെയുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാനും അതുപോലെ വീഡിയോ ഇടാനും ഉള്ള
മെയിൻ റീസൺ ഇതായിരുന്നു. അപ്പം നമ്മുടെ മാക്സിമം ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് കൂടെ ഉള്ളൂ. അതിനു മുമ്പേ നമുക്ക് ഈ സൈഡ് എക്സ്ട്രാ വരുന്ന പീസൊക്കെ കട്ട് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ നീറ്റായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് നമ്മൾ ഒന്നൊന്ന് തയ്ക്കുമ്പോഴേ കട്ട് ചെയ്തെടുത്ത വൃത്തിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത്. അപ്പോൾ ഈ സ്ക്വയർ ഷേപ്പിന് ഇനി ഒരു 2-3 ലൈൻ കൂടെ നമ്മൾ ഫില്ലപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതും കൂടെ ഇതുപോലെ തയ്ച്ചെടുക്കാം. ഈ ക്രോസ് ലൈനിന് പകരം നമ്മൾ നേരെയോ ഹാഫ് വെച്ചോ അങ്ങനെ 2-3 രീതികളിൽ തയ്ക്കാവുന്നതാണ്. ഇത് ഒരു ദിവസത്തെ ഈ കട്ട് പീസ് ഇത്രയും കിട്ടത്തില്ല. കുറേ കട്ട് പീസ് കിട്ടുന്നത് ചേർത്ത് വെച്ചിട്ട് തയ്ച്ചതാണ്. അപ്പം നമ്മൾ ഇങ്ങനെ കിട്ടുന്ന കട്ട് പീസ് ഒരേ ലെവലിൽ മുറിച്ച് എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ട് ഇതുപോലെ കുറേ കിട്ടുമ്പം ഇതുപോലെ തയ്ച്ചെടുക്കുവാണെങ്കിൽ നല്ല വൃത്തിയായിരിക്കും. ഇപ്പം നമ്മുടെ സ്ക്വയർ റെഡി ആയിട്ടുണ്ട്. 4 സൈഡും ഞാൻ ചുറ്റി ഒന്ന് തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ പ്ലെയിൻ സ്ക്വയർ പീസ് എടുത്തിട്ട് ഞാൻ 2-3 പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി കട്ടി കിട്ടാൻ വേണ്ടി